നടത്തി ഈ ടൂറ് നിങ്ങളെ ബോറടിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും 5 മിനിറ്റ് എന്താണ് ഈ സംഭവം എന്ന് നിങ്ങൾ പറയുന്നത്. അതാണ് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ കൺസ്യൂമർ. എല്ലാവരും കൺസ്യൂമറാണല്ലോ, എല്ലാവരും കൺസ്യൂമർ ഉപഭോക്താവ് എന്ന നിലയിൽ എല്ലാവരും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, കൺസ്യൂമർ കംപ്ലയിൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. 2019 തുടങ്ങിയത്. അതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പലരും ഇരിക്കുന്ന ആളുകളിൽ പലരും ഉണ്ടായിരുന്നു. അതിൻ്റെ ചെയർമാൻ സാറാണ്. ഈ കേരളത്തിൽ ഏതാണ്ട് 80,000 ആളുകളോളം അതിൽ മെമ്പർമാരാണ്. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കും. കൺസ്യൂമർ കംപ്ലയിൻസ് നമ്മൾ കൈകാര്യം ചെയ്യും. നമ്മുടെ കയ്യിൽ വക്കീലന്മാരുണ്ട്. അത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടി നമ്മൾ കൺസ്യൂമറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രശ്നങ്ങളും അതല്ലെങ്കിൽ റവന്യൂ സംബന്ധമായ പ്രശ്നങ്ങൾ, സർക്കാർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇടും. അത് ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ്. അപ്പോൾ അതിങ്ങനെ ഷെയർ ചെയ്ത് ഒരുപാട് ആളുകൾ ഇത് ചെയ്തു. ഇപ്പം ഞാൻ ഇന്നലെ രാത്രി പോലും അങ്ങനെ അതിൽ പോസ്റ്റ് ഇട്ടു. അപ്പോൾ എല്ലാ ദിവസവും ആ പോസ്റ്റ് ഇങ്ങനെ ഓരോ ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങളാണ് അതിലുണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്ത് ഒരുപാട് ആളുകൾ അതിൽ 80,000 ആളുകളുണ്ട്. ചെറുതായി തുടങ്ങിയതാണ്. ഇപ്പോൾ സാറെന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവമാവും എന്നൊക്കെ എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ അത് ഇപ്പോൾ വലിയ ഒരു സംഭവമായി മാറി. ഒരുപാട് ആളുകൾ, പോലീസുകാർ, CI, അങ്ങനെ ഒരുപാട് ആൾക്കാർ, SP, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായില്ല, വക്കീലന്മാരൊക്കെ ഉണ്ട്. പറഞ്ഞു വന്നത് ഈ എന്താണ് നമ്മൾ സാധാരണഗതിയിൽ KSRTCയിലെ കണ്ടക്ടർ എന്നെ വിളിച്ചു. തിരുവനന്തപുരം ഡിപ്പോയിലെ KSRTC കണ്ടക്ടർ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചു. 3 മാസം മുമ്പ് എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന്, SB അക്കൗണ്ട് അദ്ദേഹത്തിനുണ്ട്, ആ SB അക്കൗണ്ടിൽ നിന്ന് 300 രൂപ ആ ബാങ്ക് പിടിച്ചത്. ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇടയിൽ? ഇല്ല. ഫെഡറൽ ബാങ്ക് 300 രൂപ പിടിച്ചത്. അപ്പോൾ ഈ KSRTC കണ്ടക്ടർ അദ്ദേഹം ഈ പറഞ്ഞ പോലെ എണ്ണിച്ചുട്ട് അപ്പം പോലെയാണ് മാസം കിട്ടുന്നത്. അത് കിട്ടിയാൽ കിട്ടിയില്ല. അപ്പം 300 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളുകൾ പലരും വേണ്ടാന്ന് നോക്കും, പോട്ടെന്ന് നോക്കും, അല്ലേ? പക്ഷേ അങ്ങേർക്ക് ആ 300 രൂപ എന്ന് വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മളിപ്പോൾ പ്രാവശ്യം ചോദിക്കുകയാണ് ബാങ്ക്, അതെങ്ങനെയാണ് പോളിയോ ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് അങ്ങനെയായിരിക്കും എന്ന് വെച്ച് നമ്മളത് മിണ്ടാതെ പോരും, അല്ലേ? പക്ഷേ ഇദ്ദേഹത്തിന് 300 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്, വലിയൊരു എമൗണ്ടാണ്. അദ്ദേഹം ബാങ്ക് മാനേജറോട് ചോദിച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ പോളിയോ ചാർജാണ്, ഇതാന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് അത് തൃപ്തിയായില്ല. ആ 300 രൂപ പിടിച്ചത് വലിയ വിഷമമായി. വേഗം തന്നെ അദ്ദേഹം പോയി. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ബാങ്ക് മാനേജർക്ക് ഒരു പരാതി അയക്കാം. ആ പരാതി ലഭിച്ചതിന് ശേഷം 30 ദിവസം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഒരു പരാതി അയക്കാം. 30 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ഒരു മെയിൽ അയച്ചു, ബാങ്കിലേക്ക് ഒരു രജിസ്റ്റേർഡ് ലെറ്ററും ഇദ്ദേഹം അയച്ചു. 30 ദിവസം വെയിറ്റ് ചെയ്തിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല. ബാങ്ക് ഇദ്ദേഹത്തിൻ്റെ ആ പരാതി തൃണവൽക്കരിച്ചു എന്നുകൂടി പറയാം. ഞാൻ അതിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഓംബുഡ്സ്മാൻ്റെ ഓഫീസ് തിരുവനന്തപുരത്തുണ്ട്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഓൺലൈനായിട്ട് പരാതി കൊടുക്കാം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഓഫീസ് തിരുവനന്തപുരത്തുണ്ട്. ഒരു പരാതി, ഈ കോപ്പി 30 ദിവസത്തിന് വെയിറ്റ് ചെയ്തതിൻ്റെ ആ പരാതിയുടെ കോപ്പിയും ബാങ്ക് മാനേജർക്ക് കൊടുത്ത പരാതിയുടെ പ്രൂഫും എല്ലാം സഹിതം ബാങ്കിങ് ഓംബുഡ്സ്മാന് ഈ സംഭവങ്ങളെ കാണിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞു. പരാതി ബാങ്കിങ് ഓംബുഡ്സ്മാന് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ മാനേജർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ പരാതി പിൻവലിക്കണം, ഞാനത് എന്താണെന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും. 10,000 രൂപ ഈ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് മാനേജറുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ട് 10,000 രൂപ കൊടുത്ത് ആ കാര്യം സെറ്റിൽ ചെയ്ത് പുള്ളിനെ വിളിച്ച് സന്തോഷപൂർവ്വം പുള്ളി ഒരു കേസ് ജയിച്ചതിൻ്റെ, പുള്ളി സ്വന്തം ബാധിച്ച് ഒരു കേസ് ജയിച്ചതിൻ്റെ ആ സന്തോഷം ഉണ്ടായിരുന്നു. കാര്യം ഒരു പരാതി, ബാങ്കുമായി ബന്ധപ്പെട്ട പരാതി നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ചെറിയ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ചെക്ക് ഡിസോണർ ചെയ്യുക, ഡീഡ് തരാതിരിക്കുക, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് അനധികൃതമായിട്ട് നമ്മുടെ പൈസയൊക്കെ പിടിച്ചെടുക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ പലിശ തരാതിരിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയും. അപ്പോൾ ഒരിക്കലും വിട്ടുകളയരുത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ആദ്യം ബാങ്കിനാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുത്ത് 30 ദിവസം വെയിറ്റ് ചെയ്യേണ്ട പരാതി നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ അടുത്തായിട്ട് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഒരു പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നടപടി ഉണ്ടാവും. വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ എല്ലാവരും ഓൺലൈനാണ്. നമ്മുടെ നാട്ടിലുള്ള പലചരക്കുകാരെ ബോറടിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നില്ലേ? ആരാണ്ടൊക്കെ ഉറങ്ങണ പോലെ ഉണ്ട്. ആ ടീച്ചർ കണ്ണടച്ചെന്ന് ഉറങ്ങാണ്. എന്തൊരു കൺസ്യൂമർ! ഞാൻ വെറുതെ പറഞ്ഞ തമാശ പറഞ്ഞാണ്. അപ്പോൾ ബാങ്കിങ് എല്ലാം ഓൺലൈനിൽ നമ്മൾ സാധനമാണ്. ഫ്ലിപ്കാർട്ടും ആമസോണിൻ്റെയും, അല്ലേ?
പിന്നെ ഭക്ഷണത്തിന് ഡെലിവറി അവരൊക്കെ ഇങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ നടക്കണ്ടല്ലേ ഇങ്ങനെ ഓടി നടക്കാം അവരൊക്കെ വണ്ടിയിൽ ചുമന്ന ഷർട്ടൊക്കെ ഇട്ട് ഓടി നടക്കാൻ എല്ലാവരും ഇപ്പോൾ ഓൺലൈനാണ്. മൊബൈൽ മുതൽ എല്ലാവരും ഓൺലൈനാണ്. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ ഒരു സാധനം നമ്മൾ ഓർഡർ കൊടുത്ത് നമ്മൾക്ക് അത് സാറ്റിസ്ഫൈഡ് അല്ല. നമ്മൾ കൺസ്യൂമറാണ്. ഒരു സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന എല്ലാവരും ഒരു ഉപഭോക്താവാണ്. ഒരു സേവനങ്ങൾ വാങ്ങിയാലും ഒരു ഉപഭോക്താവാണ്, സാധനങ്ങൾ വാങ്ങിയാലും ഒരു ഉപഭോക്താവാണ്. അപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഇത് ഈ ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിൽ നിന്നും കാണുന്ന അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് സാരി ഒക്കെ വാങ്ങിയിരുന്ന സ്ത്രീകളൊക്കെ വിളിക്കാറുണ്ട്. ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും ഓൺലൈൻ സൈറ്റിൽ അവരുടെ പൂർണ്ണമായ മേൽവിലാസവും പരാതിക്ക് ആർക്കാണ് കൊടുക്കേണ്ടത് അയാളുടെ നമ്പറും ഇമെയിൽ ഐ ഡിയൊക്കെ കൃത്യമായിട്ടുണ്ടാവണം. ഫേസ്ബുക്കിലും മറ്റുള്ള ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പല വില കുറച്ച് സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചാരി വീഴും. 7500 രൂപ പട്ടുസാരി 750 രൂപ ഓഫർ അല്ലേ, നമ്മൾ വേഗം ചാരി വീഴും അല്ലേ. 7500 രൂപ പട്ടുസാരി ആ ഭംഗിയായിട്ടല്ല പിക്ചറിൽ കാണിക്കും. 750 രൂപ ഇന്ന് ഒരെണ്ണം കൊടുത്താൽ ഓഫർ കിട്ടും എന്ന് പറയും. നമ്മൾ 750 രൂപ കൊടുക്കും. 750 രൂപ റിസ്ക് ഒന്നുമില്ലല്ലോ, കുഴപ്പമില്ല, കിട്ടി പോയാൽ പോയി. 750 രൂപ കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ അവർ പറയും ഈ ഓഫർ ഇന്ന് വൈകുന്നേരം വേണം, തീർന്നു പോയി, ഒരെണ്ണം കൂടി ഓർഡർ കൊടുത്താൽ അപ്പോൾ അത് 2 എണ്ണം കിട്ടും, അത് 500 രൂപയെന്ന് പറയും. അപ്പം തന്നെ നമ്മൾ 500 രൂപയ്ക്ക് രണ്ടാമത്തെ സാരി കൊടുക്കും. 1250 രൂപ 1250 രൂപ കൊടുത്താൽ പറയും ആ ഓഫർ തീർന്നു പോയി, ഇപ്പം 2 എണ്ണം വേറെ എടുത്താൽ മാത്രമേ ഈ 2 എണ്ണം കിട്ടുള്ളൂ, ആ ഓഫർ മാഡത്തിന് പൈസ കിട്ടിയപ്പോഴേക്കും തീർന്നു പോയി, സ്റ്റോക്ക് തീർന്നു പോയി. അപ്പോൾ നാലെണ്ണം കിട്ടുന്ന കാര്യം എന്തെങ്കിലും ആവട്ടെ നമ്മൾ വീണ്ടും ഒരു 500 രൂപ വെച്ച് കൊടുക്കും. ആ പൈസ മുഴുവൻ പോകും, ആ ഒറ്റ പൈസ കിട്ടില്ല. അപ്പം ഇത് ആരോട് പരാതി പറയും എന്നുള്ളൊരു പ്രശ്നം അതിലുണ്ട്. ഇങ്ങനെയുള്ള പരാതികൾ കൊടുക്കേണ്ടത് സർക്കാരിന് കൊടുക്കേണ്ടത് cybercrime.gov.in എന്ന് പറഞ്ഞ് സൈബർ ക്രൈമിന് പരാതി കൊടുക്കാം. ഇങ്ങനെയുള്ള ഇവരെ നമ്പർ വെച്ച് ഇവരെ വിലാസത്തിൽ വെച്ച് ഈ ഫോൺ നമ്പർ വെച്ച് നമുക്ക് സൈബർ ക്രൈമിന് പരാതി കൊടുക്കാം. അത് പണം കിട്ടുമെന്ന് യാതൊരു വിധ ഗ്യാരണ്ടി ഇല്ല. ഓൺലൈൻ സൈറ്റ് എപ്പോഴും നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായാൽ പരിഹരിക്കാൻ പറ്റിയ അഡ്രസ് മേൽവിലാസം അതുണ്ടായിരിക്കണം. കൃത്യമായ മേൽവിലാസം ഇല്ലാതെ നിങ്ങൾ ഒരിക്കൽ പോലും ഈ സാധനം ഓർഡർ കൊടുക്കാൻ പാടില്ല. ഫ്ലിപ്കാർട്ടിനും ആമസോണും ഒക്കെ ഉണ്ട്, അതല്ലാതെ ഉള്ള കുറേ ഓൺലൈൻ സൈറ്റുകളുണ്ടല്ലോ, അപ്പോൾ അത് കൊടുക്കരുത്. രണ്ടാമതിന് അത് ഗ്രീവൻസ് ഓഫീസറുടെ ഒരു നമ്പർ ഉണ്ടാവും. അതായത് പരാതി പരിഹരിക്കുന്നത് അവരുടെ ഗ്രീവൻസ് ഓഫീസറുടെ ഒരു നമ്പർ ഉണ്ടാവും, ഇമെയിൽ ഐ ഡി ഉണ്ടാവും. അപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആദ്യം ഗ്രീവൻസ് വാങ്ങിച്ച് നമുക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ നമ്മുടെ റിപ്ലേസ്മെന്റ് ലഭിച്ചില്ല, ഇങ്ങനെയുള്ള പരാതികൾ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കേണ്ടത് ആർക്കാണ്? ഗ്രീവൻസ് ഓഫീസർ കൊടുക്കണം. മനസ്സിലായില്ലേ? അത് ടെലിഫോൺ വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ ഗ്രീവൻസ് ഓഫീസർക്ക് പരാതി കൊടുക്കണം. അപ്പോൾ ഒരു ടോക്കൺ നമ്പർ കിട്ടും. ഡോക്കറ്റ് നമ്പർ, ഈ ഡോക്കറ്റ് നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇമെയിൽ വഴി പരാതി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അത് ഡോക്യുമെന്റ് ആവും. ഈ 30 ദിവസത്തിനുള്ളിൽ ഈ പരാതി പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ എമൗണ്ടൊക്കെ ആയിരിക്കും പലപ്പോഴും. ഈ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ .gov.in എന്നും പറഞ്ഞ സൈറ്റ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിന്. ഇതിൽ കണ്ടിട്ടുണ്ടാവും കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ .gov, സെൻട്രൽ ഗവൺമെന്റിന് സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ പരാതി പരിഹരിക്കപ്പെടും. കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ .gov.in എന്ന സൈറ്റിൽ കയറി നമ്മുടെ ഫോൺ നമ്പർ വെച്ച് ആരാണോ പരാതിക്കാരൻ, നമ്മൾ ആ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യം ആ പരാതി പരിഹരിക്കാൻ വേണ്ടി ഗ്രീവൻസ് ഓഫീസർ കൊടുത്ത ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ട് നമ്മൾ പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മൾ ആ പരാതി പരിഹരിക്കപ്പെടും ഓൺലൈനിൽ. തുടരണോ? തുടരട്ടെ. അടുത്തതായിട്ട് വേറൊരു ആള്, അദ്ദേഹം കാർ ഓടിച്ചുകൊണ്ട് പോകായിരുന്നു. കാറിൽ എയർ ബാഗ് ഉണ്ട്. ആ കാറ് പകൽ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം ഒന്ന് ഉറങ്ങിപ്പോയി. മദ്യപിച്ചിട്ടൊന്നും ഉണ്ടായില്ല, ഉറങ്ങിപ്പോയി. അദ്ദേഹം ഉച്ചയ്ക്ക് 2:30 മണിക്ക് പോയി, കാറ് പോയി ഒരു പോസ്റ്റേൽ ഇടിച്ചു. പോസ്റ്റേൽ അല്ലെങ്കിൽ മരത്തേമ്മ ഇടിച്ചത്. ഈ പോസ്റ്റലിൽ ഇരിക്കുന്ന കായ് ഓർത്തപ്പോഴാണ് വേറെ കായ് ഓർത്ത്. KSEBിയുടെ പോസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ വണ്ടി പോയി KSEBിയുടെ പോസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ KSEB പറയും നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും. KSEBിയുടെ പോസ്റ്റ് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വണ്ടി പിടിച്ചെടുത്ത് നഷ്ടപരിഹാരം കൊടുത്താൽ മാത്രമേ ഈ വണ്ടി റിലീസ് ചെയ്യുള്ളൂ എന്നൊരു പല സ്ഥലങ്ങളും കാണുന്നുണ്ട്. അത് നടപടി തെറ്റാണ്. വണ്ടി തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ KSEB എങ്ങനെയാണോ
ഈ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടത്, ആ നടപടിക്രമങ്ങളുമായി സ്വീകരിച്ച് MACT-യിൽ പോകണം, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിൽ പോകണം. അതല്ലാതെ ആളുടെ നമ്മളൊക്കെ റിവേഴ്സ് എടുക്കുമ്പോഴോ റോഡിൽ പോസ്റ്റൊക്കെ KCB സുരക്ഷിതമായിട്ടൊന്നുമില്ല ഇട്ടേക്കണേ, റോഡ് നടക്കൊക്കെ ഉണ്ടാവും, നമ്മൾ ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും. നമ്മൾ ചെറിയൊരു വണ്ടി പോയി ഇടിച്ചാൽ പോലും ഈ KCBയുടെ പോസ്റ്റ് ഒടിഞ്ഞു പോയ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് KCBയിൽ നിന്ന് KCB കേസ് കൊടുത്ത് വാങ്ങിയെടുക്കേണ്ട ഉത്തരവാദിത്വം KCBക്ക് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇടിച്ച ആളുടെ ഇന്ന് വണ്ടി വാങ്ങുന്നത്. പോലീസ് അങ്ങനെയുള്ള വണ്ടികളൊന്നും പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ട് ഇടാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇദ്ദേഹം കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടി എവിടെ പോയി ഇടിച്ചു? ഒരു മരത്തെ പോയി ഇടിച്ചു. പുള്ളിയുടെ തല ഭയങ്കര ഡാമേജായി. കാരണം ഈ എയർ ബാഗ് വിടർന്നു, ആ എയർ ബാഗിൻ്റെ ചീള് പോയി ഇയാളെ തലയിലേക്ക് കുത്തിക്കയറി. ഒരു 10-30 വയസ്സുള്ള ഒരു IT എഞ്ചിനീയറാണ്. ഇയാൾക്ക് വളരെ സാരമായ ഇഞ്ചുറി തലയ്ക്ക് പറ്റി. 7.5 ലക്ഷം രൂപ ആസ്റ്റർ മെഡിസിറ്റി കരുതിയാൽ ചിലവായി. അപ്പോൾ ഈ വണ്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, എന്ത് വണ്ടിയാണത് ഞാൻ പറയാം. കാറാണ്, ന്യൂ ജനറേഷൻ കാറാണ്. ഇതിൻ്റെ എയർ ബാഗിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സംവിധാനം ഉണ്ടായില്ല വിടരാൻ. ആ എയർ ബാഗിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റൊക്കെയാണ്. പുള്ളി ഇതൊന്നും ചെയ്തില്ല. പുള്ളി കഴിഞ്ഞ ഒരു 2021 സംഭവം ഉണ്ടായത്. പുള്ളി കഴിഞ്ഞൊരു 3-4 മാസം മുമ്പ്, കഴിഞ്ഞ ജൂലൈയിൽ എൻ്റെ അടുത്ത് വന്നേ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എയർ ബാഗ് വിടന്നിട്ടുണ്ടായില്ല, അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ 2 കൊല്ലത്തിനുള്ളിൽ കൺസ്യൂമർ കംപ്ലയിൻറ്റ് കൊടുക്കണം. എയർ ബാഗ് വിടന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് സാരമായൊരു ബുദ്ധിമുട്ടുകളൊക്കെ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്, ഗുരുതരമായി പരിക്കേറ്റു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ കമ്പനിക്ക് അയക്കാൻ പറഞ്ഞു. കമ്പനിക്ക് മറുപടി ചോദിച്ചു. അപ്പോൾ കമ്പനി മറുപടി വന്നത് ഇങ്ങനെയാണ്: എയർ ബാഗിന് മിസ്റ്റേക്ക് ഒന്നുമില്ല, നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടായിരിക്കും ഇഞ്ചുറി വന്നത് എന്നും പറഞ്ഞ് പുള്ളി മറുപടി ചോദിച്ചു. പുള്ളി വീണ്ടും ഒരു 3-4 കത്തിടപാടുകൾ നടന്നപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കൊല്ലത്തിനുള്ളിൽ നമുക്ക് കേസ് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ സംഭവം നടന്നു. വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്തു, കൺസ്യൂമർ കോർട്ടിൽ ഒരു പരാതി കൊടുത്തു. പുള്ളിക്ക് സാരമായ ഇഞ്ചുറി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് 12,95,000 നഷ്ടപരിഹാരം സ്കോഡയുടെ കമ്പനിയാണ്, സ്കോഡ കാറാണ്. അവർ ഡീലർക്കെതിരെയും ഒക്കെ എറണാകുളത്തെ ഡീലർക്കെതിരെയും പരാതി കൊടുത്ത് അവർ വക്കീൽ ഹാജരായി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സിറ്റിങ്ങിന് 12,95,000 രൂപയും പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് കമ്പനി കൊടുത്തു, സ്കോഡ കമ്പനി. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരിക്കൽ പുള്ളിക്ക് 12,95,000 രൂപ പുള്ളിക്ക് ലഭിക്കില്ലായിരുന്നു. അപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് കൺസ്യൂമർ കോർട്ട് എപ്പോഴും എഫക്റ്റീവായിട്ടൊരു സംവിധാനമാണ്. ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് വേണ്ട, അത് പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യും. ബാങ്ക്, ഇൻഷുറൻസ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഇരിക്കുന്ന ആളുകൾക്ക് പലരും ഉണ്ടാവും എന്ന് തോന്നുന്നു എനിക്ക്, അല്ലേ? ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ ബ്യൂട്ടി പാർലറൊക്കെ പോയി കഴിഞ്ഞ് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, ശ്രദ്ധിച്ചല്ലേ? ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളിരിപ്പുണ്ട്. അത് ഞാൻ പറയാൻ കാരണം, ബ്യൂട്ടി പാർലറിൽ പോയി ആൾ വെളുക്കാനാണ് വരുന്നത്, എന്തോരം വെളുക്കുമെന്ന് നമുക്കറിയാം, എങ്കിലും ചേച്ചി നല്ലതായിരിക്കും എന്നുള്ള മോഹന വാഗ്ദാനം കൊടുത്താണ് നമ്മൾ ഈ മുഖത്തിട്ട് പൂശിക്കഴിയുമ്പോഴാണ് വെളുക്കാന്ന് വെച്ചാൽ മേടിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ, അല്ലേ, മുഖത്ത് പെട്ടുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി മോശമാവണമെങ്കിൽ, ചൈനീസ് പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പോരുന്ന ആളുടെ മുഖം മാറിപ്പോകും, അല്ലേ? വെളുക്കാൻ ഇത് പാണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ബില്ല് കൊടുത്താൽ നമുക്ക് ലയബിലിറ്റി ഉണ്ടാകും. ബില്ല് കൊടുക്കാതിരിക്കുകയാണ് സൂക്ഷിക്കുക. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ വാങ്ങാൻ ബ്യൂട്ടി പാർലറിൽ പോകാൻ ബില്ല് നിർബന്ധമായിട്ടും വാങ്ങണം. ബില്ല് നിർബന്ധമായിട്ടും വാങ്ങണം. കാര്യം എന്തെങ്കിലുമൊക്കെ പരാതിയിലുണ്ടായാൽ ബില്ലുണ്ടെങ്കിലേ കാര്യം നടക്കും. നമ്മളവിടെ പോയി എന്നതിൻ്റെ രേഖ ബില്ലാണ്. എവിടെ പോകുമ്പോഴും ബില്ല് വേണം. പെട്രോൾ അടിക്കുമ്പോഴും, അല്ലേ? പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ കാർ കൊണ്ട് നിർത്താണ്. കാർ കൊണ്ട് നിർത്തിക്കാൻ നമ്മൾ പെട്രോൾ അടിക്കുന്നു. അവിടെ അടിക്കുന്നത് ഡീസലാണ്, അല്ലേ? നമ്മളറിയുന്നില്ല. ഇപ്പോൾ ന്യൂ ജനറേഷൻ കാരണം എല്ലാ പെട്രോൾ പമ്പിലും നിൽക്കുന്ന ഭായിമാരാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെപ്പോഴും പെട്രോൾ പമ്പിൽ പോകുമ്പോൾ ബില്ല് വാങ്ങണം. നമ്മൾ ബില്ല് വാങ്ങാറില്ല, അല്ലേ? ആ പൈസ കൊടുത്ത് ആ കാറിൽ നിന്ന് പൈസ കൊടുത്ത് പോകും. നമ്മൾ ബില്ല് വാങ്ങണം. കുറച്ചൊരു 2 മിനിറ്റ് മുമ്പിൽ ഓടിക്കഴിയുമ്പോഴാണ് വണ്ടി നിന്ന് പോകണേ, ഡീസൽ അടിച്ചേക്കണേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെന്ന് ബില്ല് ചോദിച്ചാൽ തരില്ല അവർ. ബില്ല് ചോദിച്ചാൽ തരില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പെട്രോൾ പമ്പിൽ പോകുമ്പോഴും നമ്മൾ ബില്ല് വാങ്ങണം. അതുപോലെ ഗ്യാസ്, നമ്മുടെ വീട്ടിലെ LPG ഗ്യാസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലേക്ക് എനിക്ക് തോന്നുന്നു ഇച്ചിരി ക്രൂരമാണെന്ന് തോന്നുന്നു. 50 രൂപ ടിപ്പ് കൊടുക്കാതെ ഇവൻ ഗ്യാസ് വീട്ടിൽ ഡെലിവറി ചെയ്യില്ല, അല്ലേ? പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. അവർ പറയും ദൂരത്തിനനുസരിച്ച് പൈസ കൊടുക്കണം. ഇത് ടൗണിലാണ്, പരവൂർ കഴിയുമ്പോഴേക്കും 10 കിലോമീറ്ററായി. ആ 10 കിലോമീറ്റർ പൈസയായ 75 രൂപ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഡെലിവറി കൊടുക്കുള്ളൂ. വീട്ടമ്മമാരൊക്കെ ഇതൊക്കെ പേടിച്ച് വേഗം അത് കൊടുക്കും. സത്യത്തിൽ ഈ ബില്ലിൽ കാണുന്ന എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. ബില്ലിലെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് മാത്രം. പിന്നെ ഒരു ടിപ്പ് വേണമെങ്കിൽ 10 രൂപ കൊടുക്കാം. അതല്ലാതെ ദൂരത്തിനനുസരിച്ച് പൈസ കൊടുക്കണമെന്നില്ല.
ഇപ്പോൾ ശരിക്കും സിലിണ്ടറിന് 800 രൂപയേ ഉള്ളൂ എന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ദൂരം അതിനനുസരിച്ച് ഒരു പൈസ ഈടാക്കുന്നുണ്ട്. മനസ്സിലല്ലേ? 5 ഉണ്ട് 5 ഇപ്പം 800. ഇപ്പോൾ പരവൂരാണെങ്കിൽ 850 എന്ന് വെച്ചോ. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് 860. ദൂരത്തിന് 5 കിലോമീറ്ററിന് മുകളിലൊക്കെ ദൂരം കൂടി അവർ അതിനനുസരിച്ച് പൈസ ഈടാക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ പൈസ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കൊണ്ടുവരുന്ന ബായി ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് ബായിയവൻ. ആ ബായിക്ക് 10 രൂപ ടിപ്പ്, ഒരു സന്തോഷം. നമ്മുടെ മനസ്സിന് സന്തോഷം വെച്ച് 10 രൂപ കൊടുക്കാം. അതല്ലാതെ ചോദിച്ചു വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്താ നടപടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രേഖാമൂലം ഏജൻസി അറിയിക്കണം. ഒരു രജിസ്റ്റേഡ് ലെറ്റർ അയച്ചാൽ മതി ഏജൻസിക്ക്. ഏജൻസിക്ക് രജിസ്റ്റേഡ് ആയിട്ട് ഈ നടപടി തീർത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മുകളിലോട്ട് പരാതി കൊടുക്കും. ഓയിൽ കമ്പനിക്ക് പരാതി കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പ്രശ്നമാകും. 1. 2, ഈ എല്ലാ ഓയിൽ കമ്പനിയുടെയും പരാതി പരിഹാരത്തിനായിട്ട് ആപ്പുണ്ട്. ഈ ആപ്പ് അവരുടെ സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പരാതി കൊടുക്കാം. ഇതുമായി ബന്ധപ്പെട്ട്. 3ാമതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡിവിഷണൽ മാനേജർക്ക് പരാതി കൊടുക്കാം. ഡിവിഷണൽ മാനേജർക്ക് നിങ്ങൾക്ക് നേരിട്ട് പരാതി കൊടുക്കാവുന്നതാണ്. ഇതൊന്നും നടന്നില്ലെങ്കിൽ കളക്ടർക്ക് പരാതി കൊടുക്കാം. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അനുസരിച്ച് ഗ്യാസ് വളരെ എസൻഷ്യൽ കമ്മോഡിറ്റിയാണ്, കളക്ടർക്ക് നടപടി എടുക്കാം. ഇതൊന്നും നടപടിയില്ല. പിന്നെയും പൈസ വാങ്ങുകയാണെങ്കിൽ കൺസ്യൂമർ പുറത്തേക്ക് പോകാം. കൺസ്യൂമർ കമ്മീഷൻ, കൊല്ലത്തുള്ള കൺസ്യൂമർ കമ്മീഷനിൽ നിങ്ങൾക്ക് പരാതി പരിഹരിക്കാൻ ഒരു പരാതി കൊടുക്കാവുന്നതാണ്. നഷ്ടപരിഹാരത്തിന് മേടിച്ചും വാങ്ങാം. മനസ്സിലല്ലേ? അപ്പോൾ ഈ കൊല്ലത്ത് പരാതി കൊടുക്കുമ്പോൾ ഈ അയച്ച മെയിലിൻ്റെ കോപ്പികളും ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ കയ്യിൽ വയ്ക്കാം. ഒരു എന്തെങ്കിലും സംശയം എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കൊല്ലത്തെ കൺസ്യൂമർ ഉപഭോക്തൃ കമ്മീഷൻ വളരെ ആക്റ്റീവാണ്. ഞാൻ ഞങ്ങളുടെ 3-4 പേർക്ക് ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട്. വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പാർട്ടി ഇൻ പേഴ്സൺ, അതായത് വക്കീലില്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഫീസൊന്നും അടയ്ക്കേണ്ട, നിങ്ങൾക്ക് തന്നെ പോയി വാദിക്കാവുന്ന കേസുമാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെയാണ് ഈ LPGയുടെ കേസ്. ഈ LPGയുടെ വീടുകളിലേക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യണോ? LPG ഗ്യാസിൻ്റെ വീടുകളിലൊക്കെ നമ്മൾ കൺസ്യൂമറിൻ്റെ അടുത്തൊക്കെ എല്ലാ കൊല്ലം 5 കൊല്ലം കൂടുമ്പോൾ 5 കൊല്ലം 5 3 കൊല്ലം കൂടുമ്പോൾ ഒരാൾ ഈ കാർഡായിട്ട് വരും. അതൊന്ന് നോക്കണം. പലർക്ക് സംശയമുണ്ട്. 246 രൂപ കൊടുത്ത് നിങ്ങൾ ഇത് നമ്മൾ നോക്കണം, എന്ത് പണിയെ കഴിഞ്ഞ് പറ്റിക്കാൻ വന്നേക്കണേ, നടക്കില്ല, അതൊന്നും വേണ്ട ഒന്നുമില്ല എന്ന് പറയും, ആട്ടിയിടും. അത് ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ അവർ തരുന്ന റെസിപ്റ്റ് വാങ്ങി വെക്കണം. അവരത് മാർക്ക് ചെയ്യും. ഡീലർ ഐഡൻറ്റി കാർഡ് ഉണ്ടെങ്കിൽ ആ 246 രൂപ പൈസ ഉണ്ട് കൃത്യമായിട്ട്, അത് കൊടുത്ത് നിങ്ങൾ ചെയ്യിപ്പിക്കണം. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സേഫ്റ്റി എന്തോരം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു സംവിധാനമുള്ളത്. അപ്പോൾ അങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ, ട്യൂബ് മാറ്റി വയ്ക്കാം, ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. അത് മാറ്റി വയ്ക്കാം. അതൊക്കെ മാറ്റുന്ന സാധനങ്ങളാണ്. മനസ്സിലായില്ലേ? ഒരു അമ്മയുടെ കാലത്ത് ആ ട്യൂബ് മൊത്തം നോക്കി അത് മക്കൾക്ക് അത് കൈമാറി, അത് അവരുടെ മക്കൾ അങ്ങനെ കൊണ്ടുപോകേണ്ട സാധനമല്ല ട്യൂബും റെഗുലേറ്ററൊക്കെ. അതൊക്കെ സമയാസമയങ്ങളിൽ മാറ്റി വയ്ക്കേണ്ട സാധനമാണ്. മനസ്സിലായില്ലേ? ഇച്ചിരി ലീക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതുപോലെ റെഗുലേറ്റർ നമുക്ക് ഫ്രീ ആയിട്ട് മാറ്റി തരണം. റെഗുലേറ്റർ നമുക്ക് കാലാകാലങ്ങൾ ഉപയോഗിക്കുന്ന സാധനം റെഗുലേറ്റർ ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊണ്ടുകൊടുത്ത് നമ്മുടെ ആ കാർഡ്, കൺസ്യൂമർ കാർഡ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ റെഗുലേറ്റർ ഫ്രീ ആയിട്ട് മാറ്റി തരേണ്ട ഉത്തരവാദിത്തം ഏജൻസിക്കുണ്ട്. അതിന് പൈസ ഒന്നും വാങ്ങാൻ പാടില്ല. റെഗുലേറ്റർ മോശമായി പോയി എന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തുനിന്ന് റെഗുലേറ്റർ വാങ്ങി വയ്ക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ ഈ റെഗുലേറ്റർ ഈ മറ്റേ ട്യൂബ് എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ നഷ്ടപരിഹാരം ലഭിക്കും. കോടിക്കണക്കിന് രൂപയാണ് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ഈ ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നഷ്ടപരിഹാരം, എന്തെങ്കിലും ആക്സിഡൻ്റ് ആയാൽ നഷ്ടപരിഹാരം ലഭിക്കും. ഈ നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ ഈ സേഫ്റ്റി ചെക്കിങ് 3 കൊല്ലം നടന്നിരിക്കണം നിർബന്ധമുണ്ട്. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുള്ളൂ. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പോലീസുകാരും പരാതി കൊടുക്കണം, FIR ഇടണം. ഇൻഷുറൻസ് കമ്പനിയെയും ഏജൻസിയെയും ഒക്കെ രേഖാമൂലം അറിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക്. എപ്പോഴും LPGയുടെ കാര്യം ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പെട്രോൾ അടിക്കുമ്പോൾ പെട്രോൾ കുറയ്ക്കും ചില ആൾക്കാർ, ശ്രദ്ധിക്കണുണ്ടല്ലേ? പലപ്പോഴും അങ്ങനെ ബാങ്കിലോട്ട് മാറ്റിയാൽ ലൊക്കേഷൻ മാറ്റിയാൽ സാർ അവിടെ ഇരിക്കും, ഞാൻ മാറ്റി തരാം. സാർ അവിടെ ഇരുന്നു. എനിക്കൊരു ഇഷ്യൂ ഉണ്ട്, അത് ഞാൻ പറയാം. അതെങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ LPGയുടെ കഴിഞ്ഞു. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നമ്മൾ ഈ സാധാരണ സ്വർണ്ണമൊക്കെ പണയം വയ്ക്കാൻ പോകുന്നുണ്ട് അല്ലേ? നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയിലൊക്കെ സ്വർണം പണയം വയ്ക്കാൻ പോകുന്നുണ്ട്. ഈ സ്വർണം പണയം വയ്ക്കാൻ പോകുമ്പോൾ അവർ നമുക്ക് ചില ആൾക്കാർക്ക്, നിങ്ങൾക്കല്ല, നമ്മുടെ അയൽവക്കത്തെ ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങളല്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് ബോധവൽക്കരണം വന്നു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു വെളിച്ചമായി മാറും മറ്റുള്ളവർ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വർണം പണയം വയ്ക്കാൻ പോകുമ്പോൾ സ്വർണ്ണം ചിലർക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല.
അല്ലേ, തിരിച്ചെടുക്കാൻ പറ്റൂല്ലെങ്കിൽ 21 ദിവസത്തെ നോട്ടീസ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. 21 ദിവസത്തെ നോട്ടീസ് കൊടുക്കേണ്ട പീരീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണം പണയം വെച്ച ആൾക്ക് അത് തിരിച്ചെടുക്കാനുള്ള അവകാശം ആദ്യം അയാൾക്കാണ്. ആ പണയം, ആ പെൻഡിങ് എത്ര രൂപയാണ് അടച്ച് ആ പലിശ സഹിതം കൊടുത്ത് അയാൾക്കാണ് അവകാശം. അതുപോലെ തന്നെ സ്വർണം പണയം വെച്ച ആൾക്ക് ആ ലേലത്തിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. സ്വർണ്ണപ്പണയ ലേലം എവിടെയാണോ, ഏത് ടൗണിൽ, കൊല്ലത്തെ ഡിസ്ട്രിക്റ്റിലാണ് എവിടെയെങ്കിലും വെച്ച് പണയം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വെച്ചായിരിക്കണം എന്ത് നടത്തേണ്ടത്, പണയ ലേലം. അല്ലാതെ കൊല്ലത്ത് വെച്ചാൽ മുത്തൂറ്റിൽ വെച്ച സാധനത്തിന് ലേലം എറണാകുളം മുത്തൂറ്റിൽ വെച്ച് നടത്താൻ പാടില്ല. അതേ ഡിസ്ട്രിക്റ്റ് തന്നെയായിരിക്കണം. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ ബോർഡത്തെ സമീപിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ മുത്തൂറ്റ് പിന്നെ എന്തെന്നാ ഈ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ഇല്ലേ, ചോളമണ്ഡലം, പിന്നെ വേറുണ്ടല്ലോ നമ്മളെ കുറേ കമ്പനികളുണ്ടല്ലോ നമ്മളെ ഈ അല്ലേ, കോശമറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. ഇതൊക്കെ നോൺ ബാങ്കിങ് NBFS തന്നെയാണ്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. അതായത് റിസർവ് ബാങ്കിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഈ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയുടെ ഓംബുഡ്സ്മാൻ ഉണ്ട്, റിസർവ് ബാങ്കിൻ്റെ. ഈ ഓംബുഡ്സ്മാനിൽ ഓൺലൈനിലായിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫിനാൻസ് കമ്പനിയുടെ ലൈസൻസ് എല്ലാ കൊല്ലം പുതുക്കണം. അവർക്കെതിരെ പരാതികൾ ചെന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവരുടെ ഗ്രേഡിങ് പോകും, വലിയ ബുദ്ധിമുട്ടാണ്. പരാതികൾ നമ്മൾ നേരിട്ട് കൊടുത്താൽ ഇതേപോലെ തന്നെ ബാങ്കിനുള്ള പോലെ തന്നെ പ്രശ്നം അവർക്കും ഈ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിക്കും ഉണ്ട്. ഇതാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ വണ്ടിയൊക്കെ ബുക്ക് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഒരു വണ്ടി വാങ്ങി, കാറ് വാങ്ങി. ഈ കാറ് വാങ്ങി നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ ലോണൊക്കെ എടുത്താണ് കാറ് വാങ്ങണം. 10-18 ലക്ഷം രൂപ കൊടുത്ത് കാറ് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി നമ്മളത് ഉപയോഗിക്കാൻ. കാർ അല്ലെങ്കിൽ ടൂ വീലർ എന്താണെന്ന് വെച്ചാൽ എന്ത് വാഹനമായാലും, ടൂ വീലർ ആണെങ്കിൽ അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആരെ വിളിക്കും? ഈ ഡീലർ വിളിക്കും അല്ലേ? ഈ ഡീലർ വിളിച്ചിട്ട് പറയും അത് ശരിയായില്ല, അതിൻ്റെ നിന്ന് പോകണടയ്ക്ക് എന്നൊക്കെ പരാതി പറയും. വേറെ അവർ സാറെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വണ്ടി ഒരു ദിവസം സർവീസ് സ്റ്റേഷനിലിട്ട് അല്ലേ, പിന്നെ അത് സാർ റെക്ടിഫൈ ചെയ്തില്ല, ഓക്കെ കുഴപ്പമില്ല എന്ന് പറയും. നമ്മൾ വീണ്ടും ഓടിക്കുമ്പോൾ വീണ്ടും കംപ്ലൈൻ്റ് ആവും അല്ലേ, അവർ വീണ്ടും കൊണ്ട് കൊടുക്കും. അപ്പം ഇങ്ങനെ പരാതികൾ നമ്മൾ നിരന്തരം കൊടുക്കുന്നതിന് രേഖകളില്ല, മനസ്സിലായില്ലേ? എപ്പോഴും അത് ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. അങ്ങനെയുള്ള പരാതികൾ എപ്പോഴും ബന്ധപ്പെട്ട മാനുഫാക്ചറായ കമ്പനിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവർക്ക് മെയിലായിട്ട് അയക്കണം. ഇങ്ങനെ നിങ്ങളുടെ ടാറ്റർ വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ടൊയോട്ട വണ്ടിയാണെങ്കിൽ ഈ കമ്പനിയെ നിങ്ങൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് മേടിച്ച അന്ന് മുതൽ ഏതൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിലും ഈ ഡീലറെ മാത്രം അറിയിക്കരുത്, മനസ്സിലായില്ലേ? ഈ ഡീലർ അറിയിച്ചാലും ഡീലർ ബില്ല് ഇല്ല, ഇത് ഫ്രീ ആണ് സാറേ, കുഴപ്പമില്ല, ബില്ല് ഇല്ല. ആ ബില്ല് തരാത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ബില്ല് തരാമല്ലോ, ആ ബില്ല് തരില്ല. ആ തരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു റെക്കോർഡും അവരുണ്ടാക്കില്ല. കാര്യം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വണ്ടിക്ക് ഉണ്ട്, പെർസിസ്റ്റിംഗ് ആണ് എന്ന് കാണിക്കാനുള്ള ഒരു രേഖയും അവരുണ്ടാക്കി തരില്ല. ആദ്യത്തെ ഒരു കൊല്ലം വാറണ്ടി പീരീഡാണ്. ആ സമയത്ത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഒരു നയത്തിലും നമ്മൾ നിൽക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ നമ്മൾ ഇതിലേത് ചില ആൾക്കാർ വണ്ടി അഡ്വാൻസ് വാങ്ങും, ഏത് ഡീലർ അഡ്വാൻസ് വാങ്ങും. ഫുൾ എമൗണ്ട് 5 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം ആണെങ്കിൽ അഡ്വാൻസ് വാങ്ങിയിട്ട് വണ്ടി തരാമെന്ന് പറയും. കൃത്യസമയത്ത് വണ്ടി തരില്ല. അപ്പോൾ അതൊക്കെ ഈ അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ്. അതിനെതിരായിട്ട് നമ്മൾ പൈസ വാങ്ങിയിട്ട് ആ കൃത്യ ഡേറ്റിൽ നമുക്ക് വണ്ടി തരണം. വണ്ടി തന്നില്ലെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഡീലർ സർവീസ് സെൻ്ററിൽ ഉണ്ടാകുന്ന ആ അപാകതകൾ മൂലം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ നഷ്ടങ്ങൾ നമ്മൾ വണ്ടി കയറ്റിയിട്ടും അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് വരും, നമ്മുടെ വണ്ടി വീണ്ടും കംപ്ലൈൻ്റ് ആകും. അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ പരാതി നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ല എങ്കിൽ പോലും കമ്പനി അറിയിക്കണം, ഡീലറെ രേഖാമൂലം അറിയിക്കണം. നമ്മൾ എപ്പോഴും ഫോൺ ചെയ്ത് പറയുള്ളൂ, ഒരിക്കലും ഒരു കാര്യം ആരും ഫോൺ ചെയ്ത് പറയരുത്. ഇപ്പോൾ വാക്യൂം ക്ലീനർ, ഇപ്പോൾ യുറേക്ക ബോക്സിൻ്റെ വാക്യൂം ക്ലീനർ എല്ലാവരുടെ വീട്ടിലുണ്ട്. ഈ വാക്യൂം ക്ലീനറൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഇവരെ വിളിച്ച് പറയും, സർവീസ് സെൻ്ററിൽ വരും, അതെടുത്തിട്ട് പോകും, ചിലപ്പോൾ തരാതിരിക്കുവരൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ മാനുഫാക്ചറിങ് കൂടി നമ്മൾ രേഖാമൂലം അറിയിക്കണം. എല്ലാ കാര്യങ്ങളും രേഖാമൂലം കൃത്യമായിട്ട്. ഇനി ഇമെയിൽ അയക്കാൻ പറ്റിയില്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് തപാലിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് AD കാർഡ്. മിക്ക സ്ഥലങ്ങളിലും ഇമെയിൽ അയക്കണം. ഇമെയിലിൻ്റെ അങ്ങോട്ട് അയക്കാൻ പറ്റും, അതിന് മറുപടി വന്നോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പ്രത്യേക ഒരു സംവിധാനം ബോക്സ് പോലെ സാധനം ഉണ്ടാവും അവരുടെ. അത് നമ്മുടെ ഇമെയിലിൽ നിന്ന് അയക്കാൻ പറ്റില്ല, അവരുടെ ഒരു ബോക്സ് കയറി അയക്കണം. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം നമ്മളെപ്പോഴും അതിനൊക്കെ നടപടി ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കണം. രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് AD കാർഡ് സഹിതം അയക്കണം. അപ്പോൾ പരാതി എന്തായാലും ഈ ഓഫീസിൽ കിട്ടിയത് രേഖയും, മനസ്സിലല്ലേ? ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഈ വാക്യൂം ക്ലീനറിൻ്റെ, ഈ യുറേക്ക ബോക്സിൻ്റെ വാക്യൂം ക്ലീനർ, റോബോട്ടിക് വാക്യൂം ക്ലീനർ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഫ്രിഡ്ജ്,
ഇപ്പോൾ എല്ലാ ഫ്രിഡ്ജുകളും 10, 50,000, 60,000, 70,000 രൂപയിലുള്ള ഫ്രിഡ്ജുകൾ, വില കൂടുതലുള്ള ഫ്രിഡ്ജുകളാണ്. ഈ ഫ്രിഡ്ജുകളിലൊക്കെ വളരെ സെൻസറൊക്കെ ഉണ്ട്, ഇലക്ട്രോണിക് സെൻസറൊക്കെ ഉണ്ട്. ഇതൊക്കെ ചില വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ ഇതിലൊക്കെ പരാതികളുണ്ടാകുമ്പോൾ സർവീസ് സെൻ്ററിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ ഇവരെയും കൂടി വിളിച്ച് പറയണം. ആരെയും കൂടി നമ്മൾ ഈ കമ്പനിയെയും കൂടി നമ്മൾ വിളിച്ചു പറയുകയല്ല, നമ്മൾ രേഖാമൂലം എല്ലാ രേഖ വേണം. ഒന്നിനും രേഖയില്ലാതെ ഫോണിൽ കൂടെയുള്ള പരിപാടി ഒന്നിനും നിൽക്കണം. ഞാനധികം ദീപിപ്പിക്കുന്നില്ല. ഒരു പറഞ്ഞു എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒരു ഡൗട്ട് ബൈക്ക് പറയും. അതായത് നമ്മുടെ ഈ SBI ലൈഫ്, അതിലെ ഈ പെൻഷൻ പദ്ധതി എന്നും പറഞ്ഞൊരു സംവിധാനം. അപ്പോൾ അത് സാധാരണ ഈ SBI ബാങ്കിലെ മാനേജറൊക്കെ ആയിരിക്കും നമുക്ക് ഇത് പറയുന്നത്, അത് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ SBIയിൽ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇങ്ങനെ SBI ലൈഫിലേക്ക് നിങ്ങൾക്ക് പിന്നെ 2 ലക്ഷം രൂപ വെച്ചിട്ട് വർഷത്തിലിട്ട് 5 വർഷമാവും, 10 ലക്ഷമാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5 വർഷം കൊണ്ട് നമുക്ക് 10 ലക്ഷം രൂപ ആവും. 10 വർഷം കഴിയുമ്പോൾ ഈ നമുക്ക് അടച്ച ഈ 10 ലക്ഷം രൂപ തിരിച്ചു തരും. അത് കഴിഞ്ഞതിന് ശേഷം ആ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അന്ന് പറഞ്ഞ ഓർമ്മ ഒരു 6% വെച്ചിട്ട് മരണം വരെ നമുക്ക് 6% പലിശ വെച്ചിട്ട് പെൻഷനായിട്ട് നമുക്ക് ലഭ്യമാവുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു കേസെന്ന് പറഞ്ഞാൽ ഇത് മെച്യൂർഡായ സമയത്ത് അവിടെ ചെന്ന് പറഞ്ഞ് നിങ്ങൾ എഗ്രിമെൻറ്റിനകത്ത് ഇത് പറയുന്നുണ്ട് 33% അടച്ചതിന് 33% മാത്രമേ ഇപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി വെച്ചിട്ട് 6% നിങ്ങൾക്ക് ഇൻട്രസ്റ്റോട് കൂടി തരുമെന്ന് പെൻഷനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് അന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്കാണ്. അതിന് ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇത് അത് കൂടാതെ കണ്ടിട്ട് അതിനകത്ത് കൃത്യമായിട്ട് ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ സൈൻ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ സാറിന് ഒരു ഏജൻറ്റ് വന്നു കഴിഞ്ഞാൽ LIC ഏജൻറ്റ് വരുന്നു മൊത്തം കണ്ടീഷനൊന്നും ആരും വായിച്ചു നോക്കത്തില്ല. ഒരു 12 ഒപ്പിടാൻ പറയും, പെൻസിൽ വെച്ച് ഒരു ഇൻറ്റ് മാർക്കിട്ട് ഉപ്പിട്ടിന് തരാൻ പറയും, ബാക്കിയെല്ലാം നമ്മൾ ചെയ്തോളൂ. ആ ഒരു വിശ്വാസത്തിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ബാങ്ക് മാനേജറായിട്ടൊരു ബന്ധം വെച്ചിട്ട് ഇവിടെ 5 ഒപ്പിടുമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു. അല്ലാതെ കണ്ടിട്ട് നമ്മൾ പരിശോധിച്ചൊന്നുമില്ല എന്നിങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ പറഞ്ഞ് ഞാൻ മാനേജറൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് 33% നമുക്ക് ലഭ്യമാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കൊരു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടായി ഏജൻറ്റുമായിട്ടൊക്കെ. രേഖയൊന്നുമില്ലായിരുന്നു. അത് ഇത് വാക്കാനുള്ളൊരു സംവാദത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു വിഷമ സംഭവമാണ്. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമല്ല. സ്റ്റേറ്റ് ബാങ്കിൻ്റെ ജനറൽ ഇൻഷുറൻസ്, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ, ഇതൊന്നും SBIയുടെ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. SBIയുടെ പേര് ഉപയോഗിക്കാൻ വേണ്ടി SBI ഒരു കാശ് വാങ്ങിയിരുന്നു. അതായത് അവരെ SBIയുടെ ഏതും വരുമ്പോഴും കാണാം ഞങ്ങൾക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, SBI കാർഡുമായിട്ട് ബന്ധമില്ല, ലൈസൻസ് അണ്ടർ ദ ലൈസൻസ്. ആ ലൈസൻസിന് വാങ്ങും. ഒരു ഡയറക്ടർ, SBIയുടെ ഡയറക്ടർ ബോർഡിൽ ഒരു ഡയറക്ടർ മാത്രം ഇവരുടെ പേരിന് ഇരിപ്പുണ്ട്. അത് അത്ര മാത്രമേ ഉള്ളൂ. SBIയുടെ പേര് ഉപയോഗിക്കുന്നതന്നെ, മനസ്സിലായില്ലേ? എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ കസ്റ്റമർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇത് SBI സർക്കാരിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാധനമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചാടി കയറി. ഒരുപാട് ആളുകൾക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക്, അതായത് ഈ 2 ലക്ഷം രൂപ വെച്ച് അടച്ച് 5 കൊല്ലം അടച്ചു കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ സ്കീം ഉണ്ടാവും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ICICI ബാങ്കിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ബാങ്ക് മാനേജർ വന്നു. പുള്ളി ഫെഡറൽ ബാങ്കിൻ്റെ മാനേജറായിരുന്നു. 16 കൊല്ലം മുമ്പ് പുള്ളിയുടെ അടുത്ത് ICICI ബാങ്കിൻ്റെ ഒരാൾ എന്നിട്ട് പറഞ്ഞു എല്ലാ കൊല്ലവും 16,000 രൂപ വെച്ച് അടയ്ക്കണം. അല്ല, എല്ലാ 9,000 രൂപ വെച്ച് എല്ലാ വർഷവും 9,000 രൂപ വെച്ച് അടയ്ക്കണം. അങ്ങനെ 16 കൊല്ലം അടച്ചു കഴിഞ്ഞ് അങ്ങേർക്ക് ഏതാണ്ട് 2.5 ലക്ഷം രൂപയും ലഭിക്കും. 16 കൊല്ലം അടച്ച 2 ലക്ഷം രൂപയും പിന്നെ പെൻഷനും കിട്ടും എന്ന് അയാൾ പറഞ്ഞു. അങ്ങേര് അന്ന് അയാൾ പുള്ളി മാനേജറായിരുന്നു. ഫെഡറൽ ബാങ്കിൻ്റെ മാനേജറായിരുന്നു. വേഗം തന്നെ ഇങ്ങേര് അത് കയറി എടുത്തു. 16 കൊല്ലം കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി ഇത് കിട്ടുമല്ലോ, പുള്ളി ഇതൊക്കെ മടക്കി കൂട്ടി ICICI ഓഫീസ് ചെന്നപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾ ഇത് സാധനം തന്നേക്കണ 25 കൊല്ലത്തേക്കാണ്, തിരിച്ചു തരാനുള്ള പ്രൊവിഷനൊന്നുമില്ല. നിങ്ങൾക്ക് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ 50,000 രൂപ ഇപ്പോൾ സറണ്ടർ വാല്യൂ കുറയും. അതായത് അടച്ച പൈസയുടെ 50,000 രൂപ സറണ്ടർ വാല്യൂ കുറയും. നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാം. വേറെ പെൻഷനൊന്നുമില്ല. പെൻഷൻ എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം, പെൻഷനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. പുള്ളി വേഗം എന്ത് ചെയ്തു, ആ നല്ല മനുഷ്യൻ വേഗം സറണ്ടർ 50,000 അടച്ച പൈസ 50,000 അങ്ങോട്ട് കൊടുത്ത് പലിശയില്ല ഒന്നുമില്ല. മുതലിൽ നിന്ന് 50,000 രൂപ കൊടുത്ത് ബാക്കി 2 ലക്ഷം കൊണ്ട് പുള്ളി വീട്ടിലേക്ക് വന്നു. 2018 സംഭവം നടന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കൊരു മെയിലിംഗ്, ഓട്ടോമാറ്റഡ് മെയിലിംഗ് സംവിധാനമല്ലോ, ആ മെയിലിൽ പുള്ളിക്കൊരു മെയിൽ വന്നു
നിങ്ങളെ നെറ്റ് അസറ്റ് ഇപ്പോൾ 4 ലക്ഷം രൂപയാണെന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര ബാലൻസ് ഉണ്ടെന്നും എന്നും കാണിച്ചുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് മെയിൽ ആ ICICI ബാങ്കിൻ്റെ എന്ത് പറഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ വന്നു പുള്ളിയുടെ എല്ലാം ഈ പോളിസി നമ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എല്ലാ സ്കീമും നിങ്ങളുടെ പെൻഷൻ സ്കീമാണ് ഇതാണ് കൺഗ്രാജുവേഷൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ബാലൻസ് എമൗണ്ട് ഇത്രയും കാണിച്ചുകൊണ്ട് പുള്ളിക്കൊരു മെയിൽ ICICI ബാങ്കിൻ്റെ മെയിൽ വന്നു. ഈ മെയിലിൻ്റെ പുള്ളി ഞെട്ടിപ്പോയി, കാശും വാങ്ങി പുള്ളി വീട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് 2021 പുള്ളി മെയിൽ വന്നത്. പുള്ളി വേഗം ചെയ്ത് അത് നമുക്ക് പിടിച്ചു, നിങ്ങൾ ഇത് തരണം, കാശ് തരണം, എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക്. ആ പുള്ളി പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അത് മെക്കാനിക്കൽ ഫോൾട്ടാണ്, ഇത് നിങ്ങൾക്ക് കാശ് തന്നെ യാതൊരു നിങ്ങൾ സറണ്ടർ ചെയ്താന്ന്. പുള്ളി വേഗം ഓംബുഡ്സ്മാൻ പരാതി കൊടുത്തു. ഓംബുഡ്സ്മാൻ ഈ ബാങ്കിൻ്റെ ഇത് കേട്ട് ഇത് നിരസിച്ചു. അപ്പം എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾ കൺസ്യൂമർ കോടതി പരാതി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കണ്ടൻഷൻ ഇതാണ്. അതായത് ബാങ്ക് ഒരു പ്രാവശ്യം ഈ റൂൾ ഓഫ് എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാൻ പറ്റില്ല. ബാങ്ക് ആളെ അറിയിച്ചു, നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി ബാങ്കിന് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പിൻവലിക്കാൻ പാടില്ല. ആ ബാങ്ക് കൊടുക്കേണ്ട ലയബിലിറ്റി ഉണ്ട്. അത് മാത്രമല്ല സറണ്ടർ വാല്യൂ പോലും 50,000 കട്ട് ചെയ്ത് കൊടുത്തേക്കണം, അതിന് തെറ്റാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് കൺസ്യൂമർ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറയാൻ കാരണം വെച്ചാൽ ഇത് സ്ഥിരം ഇത് കൃഷിയാണ് പിന്നെ അല്ല ഈ ICICI HDFC ഇതൊക്കെ സ്റ്റേറ്റ് ബാങ്ക് ഇവരൊക്കെ സ്ഥിരം കൃഷിയാണ്. ഇതിൽ നമ്മൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആദ്യം കൊണ്ടുവരാൻ പോണ ഈ എഗ്രിമെൻ്റാണ്, മനസ്സിലല്ലേ? അപ്പോൾ പറയാണ് എഗ്രിമെൻറ്റ് പുള്ളി ഒന്ന് വായിച്ചു നോക്കിയില്ല എഗ്രിമെൻറ്റ്. അപ്പോൾ ചോദിക്കും എന്താ ജോലി? PWD എഞ്ചിനീയറല്ലേ? എഞ്ചിനീയറാണ്. PWD എഞ്ചിനീയർ ലിറ്ററേറ്റ് പേഴ്സണാണ്, മനസ്സിലല്ലേ? ലിറ്ററേറ്റ് പേഴ്സണാണ്. അതൊക്കെ അങ്ങേർക്ക് വായിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എല്ലാ കാര്യങ്ങളും. അപ്പോൾ അദ്ദേഹം വായിച്ച് നോക്കിയില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ബാങ്ക് കൊണ്ടുപോയി. പിന്നെ നമുക്കത് പറയാവുന്ന കാര്യം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ചെറിയ ചെറിയ അക്ഷരങ്ങളായിരുന്നു. ഇതെല്ലാം ഒരാൾക്ക് വായിച്ച് നോക്കി ഒപ്പിടാൻ പറ്റില്ല. അതിൻ്റെ ലീഗൽ പോയിന്റ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് പുള്ളിക്കില്ല. പുള്ളിക്ക് ടെക്നിക്കൽ പോയിന്റ് മാത്രം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ലീഗൽ പോയിന്റ്സ് കൈകാര്യം ചെയ്യാനുള്ള ഇതില്ല. എല്ലാവർക്കും എല്ലാം പറ്റില്ലോ. മെഡിക്കൽ പോയിന്റ്സ് ഇപ്പോൾ മെഡിക്കലിലേക്ക് വരാം, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടൻഷനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ബ്രോഷർ തുടക്കത്തിൽ നിന്ന് നമ്മൾ ബ്രോഷർ ഉണ്ടാവുമല്ലോ, ആ ബ്രോഷർ കയ്യിലുണ്ടെങ്കിൽ ആ ബ്രോഷർ പെൻഷൻ സ്കീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിലിത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, എന്താണ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റും, മനസ്സിലായി? അതല്ലാതെ അവർ കൊണ്ടുവരാൻ പോകണം എഗ്രിമെൻ്റ് ആയി കൊണ്ടുവരാൻ പോകണം. നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എഗ്രിമെൻറ്റ് വായിച്ച് മനസ്സിലാക്കാതെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. ഈ പലരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. ഹെൽത്ത് ഇൻഷുറൻസ് ഈ കൊറോണ കഴിഞ്ഞാൽ പിന്നെ ഹെൽത്തിൻ്റെ ഒരു കോൺഷ്യസ് കൂടാണ്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ എക്സ്ക്ലൂഷൻ എന്താണ് ഈ സ്വാഭാവികമായിട്ട് എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് നല്ലത്. നമ്മുടെ ആരോഗ്യത്തിനും സാമ്പത്തികത്തിനൊക്കെ നല്ലത് സർക്കാരിൻ്റെ ഈ ന്യൂ ഇന്ത്യ, ഓറിയൻ്റൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ, നാഷണൽ ഇവരുടെയൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ് എപ്പോഴും നല്ലത്. ഏജൻറ്റിന് കമ്മീഷൻ കൂടുതൽ ഏതിനായിരിക്കും? പ്രൈവറ്റ്, ICICI, സ്റ്റാർ ഒക്കെ. സ്റ്റാറിൻ്റെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് ഇപ്പോഴേ ഞാൻ എഴുതി വെച്ചുതരാം. ഒരിക്കലും പോലും സ്റ്റാറിൽ നിന്ന് വീഴരുത്. ഏറ്റവും ക്ലെയിം റേഷ്യോ കുറവ്, സെറ്റിൽമെൻറ്റ് റേഷ്യോ കുറവ് സ്റ്റാറിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് എടുത്ത ആൾക്കാരുണ്ടോ? ഇല്ലേ? ഉണ്ട്. ക്ലെയിം കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം. പ്രീ എക്സിസ്റ്റന്റ് ഡിസീസ്, ഈ ആൾക്ക് മുൻകാല അസുഖങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരസ്കരിക്കും മിക്ക കമ്പനികളും. ഈ മുൻകാല അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാല അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിസി എടുക്കുന്നതിന് 36 മാസം, അതായത് 3 കൊല്ലം. ഞാനിപ്പോൾ 2025 പോളിസി എടുക്കുകയാണെങ്കിൽ ഇതിന് 3 കൊല്ലത്തിന് 2022 അല്ലേ, 22 മാസത്തിനുള്ളിൽ ഈ 36 മാസത്തിനുള്ളിൽ ഞാൻ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് കൺസൾട്ടൻസി എടുക്കുകയോ അല്ലെങ്കിൽ ഡോക്ടർ ചികിത്സ നൽകുകയോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയോ ചെയ്താൽ മാത്രമേ അതെന്താവുള്ളൂ, ഈ മുൻകാല അസുഖം പ്രീ എക്സിസ്റ്റന്റ് ഡിസീസ് PED ആവുകയുള്ളൂ. അതല്ലാതെ പ്രീ എക്സിസ്റ്റന്റ് ഡിസീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഒരു സീനിയർ സിറ്റിസനായ ഒരാൾ 65 വയസ്സായി, ആ 65 വയസ്സായ ആളുടെ പോളിസി പൈസ വാങ്ങിയിട്ടിട്ട് മുൻകാല അസുഖങ്ങളുണ്ടായിരുന്നു, പുള്ളിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ല. ഈ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷറൊക്കെ ഇപ്പോഴത്തെ എന്താ പറയുക ആധുനിക ജീവിതശൈലി രോഗങ്ങളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പ്രീ എക്സിസ്റ്റന്റ് ഡിസീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തിരസ്കരിക്കാൻ പാടുള്ളതല്ല. എന്താണ് പ്രീ എക്സിസ്റ്റന്റ് ഡിസീസ് എന്നത് IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി അവർ IRDA കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ പലർക്കും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇൻഷുറൻസ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ഇത് കൈകാര്യം അറിയാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് മനസ്സിലായില്ലോ അത്. പ്രീ എക്സിസ്റ്റന്റ് അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആലോചിക്കുക അത് എന്താണ് എന്ന് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കണം. വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ
മെഡിസപ്പുമായി പലർക്ക് മെഡിസപ്പ് ഉണ്ട്. സർക്കാരിൻ്റെ 500 രൂപ വെച്ച് മാസം ക്വാർട്ടർലി പിടിച്ചിട്ട് ഈ പെൻഷൻ്റെയും അല്ലേ പെൻഷൻകാരുടെയും ഏതാണ്ട് 30 ലക്ഷം ആളുകൾ അതിലുണ്ട്. കുടുംബാംഗങ്ങളും 10 ലക്ഷം, 5 ലക്ഷം സർക്കാർ ജീവനക്കാരും 5 ലക്ഷം പെൻഷൻകാരും അതിൻ്റെ ബന്ധുക്കളായിട്ട് 30 ലക്ഷത്തെ ആൾക്കാർ ഈ മെഡിസപ്പ് പദ്ധതിയിലുണ്ട്. മെഡിസപ്പ് പദ്ധതിയിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നോൺ ആൻഡ് പാൻ എല്ലാവർക്കും മെഡിസപ്പ് ഉണ്ടാവില്ലേ? മെഡിസപ്പ് എല്ലാവർക്കും ഉണ്ടാവും. നോൺ ആൻഡ് പാനൽ അതായത് സർക്കാരും സർക്കാരിൻ്റെ കീഴിലാണ് മെഡിസപ്പ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് മെഡിസപ്പ് ഉള്ളത്. ഈ മെഡിസപ്പും ആ ഇൻഷുറൻസ് ഓറിയൻ്റൽ ഇൻഷുറൻസ് ആണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഈ മെഡിസപ്പ് പദ്ധതി. അപ്പോൾ സർക്കാരും മെഡിസപ്പും ഈ ഓറിയൻ്റൽ ഇൻഷുറൻസുമായിട്ട് ഒരു ബന്ധമുണ്ട്, ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് നോൺ എൻപാനൽഡ് എൻപാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് ഉണ്ട്. ആ നോൺ എൻപാനൽഡ് ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ ആൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടില്ല. നോൺ എൻപാനൽഡ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കണമെങ്കിൽ അതിന് എന്ത് വേണം? പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം അതുപോലെ തന്നെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ. അതല്ലാതെ നോൺ എൻപാനൽഡ് ഹോസ്പിറ്റലിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. അതായത് ഈ ചികിത്സ നടത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അൺഡിസ്പ്യൂട്ടഡ് മാറ്റർ ആയിരിക്കണം. ചികിത്സ നടത്തിയോ ഇല്ലയോ എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണെങ്കിൽ ചികിത്സ നടത്തിയിട്ടുണ്ടെങ്കിൽ പണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല സർക്കാരിൻ്റെ ഒരു ഓർഡർ 2021 ഇറക്കിയിട്ടുള്ള ജിയോയിൽ പറഞ്ഞിരിക്കുന്നത് എമർജൻസി എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ ഈ 3 അസുഖത്തിനല്ലാതെ എമർജൻസി എന്നൊരു പേര് അതിലുണ്ടെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാമെങ്കിൽ അത് ഓർഡിനറി ഇൻഷുറൻസ് പൈസ കൊടുക്കണമെന്നാണ് സർക്കാർ അതിൽ പറഞ്ഞേക്കണേ. അതുമാത്രമല്ല മെഡിസപ്പിൻ്റെ ഹാൻഡ് ബുക്ക് നിങ്ങളുടെ മെഡിസപ്പിൻ്റെ സൈറ്റിലുണ്ട്. അതിൽ 24ാമത്തെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതിൽ 25ാമത്തെ ഐറ്റത്തിൽ 125ാമത്തെ പേജ് ഉണ്ടെങ്കിൽ ഓരോ അസുഖങ്ങൾക്ക് കിട്ടുന്ന പൈസ ഉണ്ടാവും. അപ്പോൾ അതിൽ ആ സർക്കാരിൻ്റെ ഹാൻഡ് ബുക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ എമർജൻസി ആയിട്ടുള്ള അടിയന്തര ഘട്ടങ്ങളിലുള്ള ചികിത്സയ്ക്കും നോൺ എൻപാനൽഡ് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചില്ലെങ്കിൽ പൈസ കൊടുക്കാമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഡിസപ്പുമായി ബന്ധപ്പെട്ട് ഇതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ വരുന്നത്. നോൺ എൻപാനൽഡ് ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ ഒന്നെന്നാണ്. പിന്നെ അസുഖങ്ങൾ എൻപാനൽഡ് ഹോസ്പിറ്റൽ ചികിത്സിച്ചാൽ പോലും അസുഖങ്ങൾക്ക് മുഴുവൻ പൈസ ചിലവിൻ്റെ മെഡിസിൻ ബില്ല് പൂർണ്ണമായിട്ടും ലഭിക്കില്ല. കാരണം അത് ഓൾറെഡി അവിടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ അസുഖങ്ങൾക്കും ഏതാണ്ട് 900 അസുഖങ്ങളുടെ ലിസ്റ്റ് ഈ മെഡിസപ്പിൻ്റെ ഹാൻഡ് ബുക്കിലുണ്ട്. അതിൽ ഓരോ അസുഖങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്ര രൂപയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള തുകയെ നമുക്ക് ലഭിക്കും. ക്യാപ്പിംഗ് ഉണ്ട് ഓരോ അസുഖത്തിനും. ഇപ്പോൾ നമ്മളിപ്പോൾ അനന്തപുരി ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചു, നമ്മൾക്ക് 5 ലക്ഷം രൂപയായി എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ മുഴുവൻ സർക്കാർ തരില്ല. അതിന് ആ അസുഖത്തെ എന്താണ്, ആ അസുഖത്തിന് എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ട് ആ തുകയെ ലഭിക്കുകയുള്ളൂ. ഇൻഷുറൻസ് ഈ ഓറിയൻ്റൽ ഇൻഷുറൻസ് തരികയുള്ളൂ. ആ തുക തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ കോടതിയെ സമീപിക്കാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾ ഗ്രീവൻസ് സെല്ലിലോ അതിൽ സംസ്ഥാന തലത്തിലുള്ള ഗ്രീവൻസ് സെല്ലിലോ പോയിട്ട് കാര്യമില്ലെന്ന് വെച്ചാൽ അതിന് യാതൊരു റിപ്ലൈ ഉണ്ടാവില്ല. അപ്പം ഇന്നത്തെ അപ്പോൾ താങ്ക്സ് ഓൾ. ഓക്കെ.